ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. വേദപുസ്തകത്തിലെ വിശേഷിച്ച് 66 പുസ്തകത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകം എന്നാണ് എബ്രായ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം. ഈ ലേഖനം എഴുതിയത് ആരാണെന്ന് തർക്കമൊക്കെ പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്നവർക്ക് ബോധ്യപ്പെടും ഇത് പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അപ്പൊല്ലോസാണെന്നും ബർന്നബാസാണെന്നും അഖിലാവും പ്രിസ്കില്ലയും കൂടെ ചേർന്നെന്നും ഇങ്ങനെയൊക്കെ പലരെഴുതിയെന്നൊക്കെ വാദമുഖങ്ങൾ പലതുണ്ടെങ്കിലും എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് മനസ്സിലാകും ഇത് പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. എബ്രായ ലേഖനത്തിലെ പദങ്ങളെ, പദാനുപദങ്ങളെ, അധ്യായങ്ങളെ, അധ്യായത്തിന്റെ ഘടനകളെ, പടിനിയമത്തിലെ പ്രവചന സൂക്തങ്ങളെ, ന്യായപ്രമാണ വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്ത് വളരെ ക്രമീകൃതമായി പുസ്തകത്തിൽ ചാർത്തി ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യം ഇല്ലാത്ത ഒരുവൻ എഴുതുവാൻ അസാധ്യം. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും സസൂക്ഷ്മം പഠിച്ച ധന്യനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനം എഴുതാനുള്ളതിൻ്റെ കാരണങ്ങളിൽ ഒരു കാരണം നമുക്കറിയാം. ഈ എബ്രായ വിശ്വാസികളെ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ഒരു ലേഖനമാണ്. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസിന്റെ ലേഖനമാണ് 14 ലേഖനം. ആ പൗലോസിന്റെ ലേഖനങ്ങൾ തന്നെ 4 വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ലേഖനത്തെ ക്രിസ്തു ശാസ്ത്രപരമായ ലേഖനം, രക്ഷാശാസ്ത്രപരമായ ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ തന്നെ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. 1 ഗലാത്യ ലേഖനം, 2 എബ്രായ ലേഖനം, 3 കൊരിന്ത്യ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. എന്താ ഈ തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രമം കെട്ട് വഴിവിട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം തെറ്റി പ്രതിഷ്ഠ തെറ്റി പോയാൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ശക്തമായി പ്രബോധിപ്പിച്ച് നിലനിർത്തണം. ഇപ്പൊ കെട്ടടിച്ചങ്ങ് വിടുകല്ലയോ, എതിലെ വേണേലും പോയി മേയ. ഞായറാഴ്ച വരണമെന്ന് ശനിയാഴ്ച ആകുമ്പോൾ ചരടെ പിടിച്ച് വലിക്കും. ചില മാസമായിരിക്കും നാളെ കാണുമല്ലോ, നാളെ വരണേ. കല്യാണം വിളിക്കുമ്പോൾ യോഗത്തിന് വിളിക്കുന്നത്. അച്ചായനും അമ്മാമ്മയും കണിശമായിട്ട് വരണം. അമ്മാമ്മയ്ക്ക് ഒത്തില്ലെങ്കിൽ അച്ചായനെങ്കിലും കല്യാണം വിളിയാതെ. അപ്പൊ ഇല്ലേ അടിച്ചു വിടുകല്ല. നമ്മളിങ്ങനെ വായിക്കുന്ന യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിന് അഗരോനെ പറ്റിയ കുഴപ്പത്തിൽ 1 ജനത്തെ അടിച്ചു വിട്ടു. അതുകൊണ്ട് ആ മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ചോദിച്ചു, നീ ജനത്തെ കെട്ടടിച്ചതെന്തിനാന്ന് ചോദിച്ചു. ഇത് കെട്ടും പൊട്ടിച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല പെന്തിക്കോസ്. ഇതിന്റെ വ്യവസ്ഥയുണ്ട്. സ്തോത്രം. തോന്നിയതുപോലെ ജീവിക്കാനും തോന്നുന്ന പോലെ ജീവിക്കാനും അവനവന്റെ ഇഷ്ടത്തിന് ഇംഗിതത്തിനും അനുസരിച്ച് മാറ്റാനും നീക്കാനുമുള്ള പ്രമാണമല്ല ഇത്. ഇത് നിത്യ പ്രമാണമാണ്. യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം ആണ്ടോടാണ്ടക്ക് മാറ്റുന്നതല്ലെന്ന്. ഓരോ പ്രാവശ്യത്തെ കൺവെൻഷൻ കഴിയുമ്പോൾ മാറുന്നതല്ല പ്രമാണം. പ്രമാണം നിത്യമാണ്. സമയമെന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ജനത്തെ കെട്ടടിച്ചു വിട്ട അഹരോൻ. എന്നാൽ മോശയോട് ദൈവം പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ എവിടെയോ പറഞ്ഞു, മോശയോട് ദൈവം പറഞ്ഞു, മോശേ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. അതെ, എബ്രായ വിശ്വാസികളിലെ സിംഹഭാഗം ആൾക്കാരും നമുക്കറിയാം യഹൂദ മതത്തിൽ നിന്ന് ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദനെ നമുക്കറിയാം, പ്രമാണമുള്ളവൻ, പ്രതിഷ്ഠകളുള്ളവൻ, ആരാധനയും ന്യായപ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം യഹൂദൻ ഇസ്രായേൽക്ക് മാത്രമാണ്. ഇങ്ങനെ ശ്രേഷ്ഠജാതി, ഇതുപോലെ ശ്രേഷ്ഠജാതി വേറെ ഏലുള്ളൂ. അങ്ങനെ ശ്രേഷ്ഠരായ ജാതിയാണ് എബ്രായ ജാതി, യഹൂദ ജാതി. ഈ ജാതികളിൽ നിന്ന് പലരും ഈ രക്ഷയുടെ അനുഭവത്തിൽ ക്രിസ്തുയേശുവിന്റെ ആരാധിപ്പാൻ പിൻഗമിക്കുവാൻ വന്നു. അപ്പോൾ
പ്രാരംഭത്തിൽ വളരെ സന്തോഷത്തോടൊക്കെ വന്നു. ഒരു യഹൂദ മതം വിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ. കാരണം യെരൂശലേം പള്ളി വിടുക, ആ യെരൂശലേമിലെ ആരാധന ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ തലകിടപ്പോടെ നിൽക്കുന്ന വലിയ പള്ളിയുണ്ട്, പ്രൗഢ ഗംഭീരമായി പണിതിരിക്കുന്ന മുന്ത് നിൽക്കുന്ന പള്ളി, ആ നിരതരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത വൃന്ദങ്ങൾ, അത് കൂറിന്റെ ക്രമപ്രകാരം 24 കൂറ്, നമുക്കറിയാം അബിയാ കൂറ് മുതൽ സെക്കറിയാ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത വൃന്ദങ്ങൾ, ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ പുരോഹിതൻ സ്ഥാനചിഹ്ന വേക്ഷ വിഭൂഷിതനായി മഹാപുരോഹിതനുണ്ട്. ആ നീളക്കുപ്പായ നെലിയങ്കി നടുക്കെട്ട് ഏപ്പോരന്റെ വേണ്ട ഇതെല്ലാം കൊണ്ടിട്ട് നല്ല പരുവത്തിന് നിൽക്കുന്ന മഹാപുരോഹിതൻ. പിന്നെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ട് പള്ളിക്കകത്ത്. തന്നെയല്ല, അങ്ങനെയൊക്കെ ഒത്തിരി ശ്രേഷ്ഠതയുള്ള ഈ ജാതി ഇതെല്ലാം ഇട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു. പ്രാരംഭത്തിൽ വലിയ സന്തോഷമൊക്കെ ആണെന്നില്ല, ഇടയ്ക്കൊരു എവിടെ ക്ഷീണിക്കാനുള്ളതിന്റെ ഒരു കാരണം ആരംഭത്തിൽ ശൂരത്വത്തോടെയും തീഷ്ണതയോടെയൊക്കെ വന്ന് ഇവര് വളരെ ക്ഷീണിച്ച് തളർന്നു, വിശ്വാസത്തിൽ ബലഹീനരായി. ഞാൻ ഓർപ്പിച്ചല്ലോ, പൗലോസിന്റെ 3 ലേഖനം തർജ്ജമ ലേഖനമാണ്. ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും എബ്രായ ലേഖനം. ഗലാത്യ ലേഖനം ഈ ഉപദേശ പിശകിനെതിരെ 3 പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. ഗലാത്യ ലേഖനം ഉപദേശ പിശകിനെതിരെ, കൊരിന്ത്യ ലേഖനം ജീവിത പിശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതി, എബ്രായ ലേഖനം വിശ്വാസത്തിൽ പിശക് സംഭവിച്ച ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനം. 3 പെശക: ഉപദേശ പെശക്, ജീവിത പെശക്, വിശ്വാസ പെശക്. സഭ തുടങ്ങിയ കാലം മുതൽ ഈ 3 പെശക. ഇപ്പോഴും ഈ പെശകൊക്കെ തന്നെ. വേറെ നമ്മളല്ലാതെ വസ്തുക്കച്ചവടത്തിൽ വലിയ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉപദേശത്തില്ല ഈ പെശക് വരുന്നത്. സ്തോത്രം. അല്ലാതെ ആരും അങ്ങനെ വലിയ പെശകൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപദേശപരമായ വിഷയത്തിൽ പെശക. അപ്പോൾ 3 പെശക് അന്നുണ്ടായി, ഇന്നുമുണ്ട്. അപ്പോൾ ഈ 3 പെശകിനെ കറക്റ്റ് ചെയ്ത് ഇവരെ നശിച്ചു പോകാതെ ഇവരെ നേടിയെടുക്കുവാൻ നിലനിർത്തുവാൻ എഴുതിയ ലേഖനങ്ങളാണ് ഈ 3 ലേഖനങ്ങളും. ആട്ടെ, നമ്മുടെ ഭാഗത്തേക്ക് വരാം. എബ്രായ വിശ്വാസികൾ അതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ പോന്നു. പ്രാരംഭത്തിൽ വളരെ തീഷ്ണതയോടെ നിന്നവരായ എബ്രായ വിശ്വാസികൾ, നമുക്കറിയാം അവരുടെ തീഷ്ണതയുടെ വിശേഷതയാണ് 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസനെ. നമുക്ക് അറിവുള്ള വാക്യമായി എങ്കിലും ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസത്തിനും പ്രമാണത്തിനും പ്രതിഷ്ഠയ്ക്കും ഉപദേശത്തിനും വേണ്ടി കഷ്ടം സഹിച്ചവരും പോരാട്ടം സഹിച്ചവരും നിന്നയേറ്റവരും ആക്ഷേപിക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ട അനേക വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവരാരും തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷെ അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഇപ്പോഴത്തെ ഈ തലമുറയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം വിറ്റ് വല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ആരംഭകാലത്ത് നിന്ദകളും പീഡകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിച്ച പൂർവ്വകാലം തന്നെ ഇവരുടെ തീഷ്ണതയുടെ വിശേഷതയാണല്ലോ. 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒന്ന് വായിച്ചേര്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. അടുത്തത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാം. നാം കർത്താവിന് വേണ്ടി ആമൻ പ്രവർത്തിക്കുന്നതും ചെലവാക്കുന്നതും ചെലവഴിക്കുന്നതും കഷ്ടം സഹിച്ചതും പട്ടിണി കിടന്നതും ആമൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നമ്മെ, നമ്മുടെ തലമുറകളെയും സന്തതിയുടെ സന്താനങ്ങളെയും കർത്താവ് വരാൻ താമസിച്ചാൽ നിശ്ചയമായി മാനിക്കുന്ന ആദരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അനുഭവിച്ചവരും ഇനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമൊക്കെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിരിക്കണം. ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതെ, ഈ ആരംഭകാലത്ത് ഇവരെല്ലാം വിശ്വാസത്തിൽ വളരെ തീഷ്ണതയോടെ നിന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം തട്ടി. വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, അത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിത്തിരിച്ചത് ഭോഷത്വമായോ എന്നുള്ള ചിന്ത അകത്തു കയറി ഇവരെ വല്ലാതെ വശപ്പെടുത്തി.
അങ്ങനെ ക്ഷീണിച്ച് വശപ്പെട്ട് അവശരായ അല്ലെങ്കിൽ പിന്മാറ്റിയ അനുഭവങ്ങളിലേക്ക് പോയ എബ്രായ വിശ്വാസികളെ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് നമുക്കറിയാം എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ നല്ലതാണ് വന്നു കയറിയ സ്ഥലം. ഉപേക്ഷിച്ചതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠവും പരമപ്രധാനമായ സ്ഥലമാണ് വന്നു കയറിക്കുന്ന സ്ഥലം. നിരാശ ഉണ്ടാകരുത്, ഭാരമുണ്ടാകരുത്. ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, വേണ്ടാന്ന് വെച്ചത് അബദ്ധമല്ല. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നെത്തിയിരിക്കുന്നത്. പെന്തിക്കോസ് വന്നിട്ട് 26 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിട്ടില്ല ഇത് അബദ്ധമായെന്ന്. സങ്കടമാ, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. ഞാൻ എല്ലായിടത്തും പറയും, ഞാൻ പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്ന ആളാണ്. വേദപുസ്തക പ്രകാരം പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു, അതാണ് ശ്രേഷ്ഠം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞു, അതാ മഹാഭാഗ്യം. പിന്നെ എൻ്റെ ശൈലി പറഞ്ഞാൽ ഞാൻ പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളും അങ്ങനെ തന്നെ. എനിക്ക് ഇന്ന് വരെ തോന്നിട്ടില്ല ഇത് മോശമായിട്ടെന്ന്. ഇപ്പൊ ആരും അറിയരുതെന്നും പറഞ്ഞാൽ പലരും നടക്കുന്നത്. കൂട്ടിയിടിക്കുമ്പോൾ ആ ഗ്ലോറി, ഓ പെന്തിക്കോസില്ല, സ്തോത്രം. അടുത്ത കാലത്ത് ഞാൻ മിക്കയിടത്തും സാക്ഷ്യം പറഞ്ഞ, അടുത്ത കാലത്ത് എൻ്റെ അമ്മയുടെ അപ്പൻ മരിച്ചു, എൻ്റെ വല്യപ്പൻ. ഞാനും അവിടെ ചെന്ന്, ഹിന്ദുക്കളാണ്. സന്ധ്യയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. ആദ്യം ഒന്ന് ചെന്ന് കണ്ടേച്ച് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പിന്നെ അവിടെ ചെന്നു. അപ്പം ഞാൻ ഈ വേദപുസ്തകമായിട്ട് അങ്ങോട്ട് ചെന്നത്. എൻ്റെ ഈ വേദപുസ്തകമുണ്ട്, ഈ പരുവത്തിന് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ മിക്കവർക്കും എന്നെ അറിയാൻ എന്നെ ബഹുമാനമുണ്ട്. അപ്പോൾ 90 വയസ്സുള്ള അപ്പൻ ഇങ്ങനെ ഡെഡ് ബോഡി കിടക്കുന്നു. കുടുംബക്കാരിരിക്കുന്നു, നാമം ജപിക്കുന്നു, ഭാഗവതം അവിടെ രാമായണോ ഭാഗവതോ വായിക്കുന്നു. ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു കസേര തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ തലക്കെട്ട് ഇടാൻ പറഞ്ഞു. ഞാൻ ആ തലക്കെട്ടിരുന്ന് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാനവിടെ വേറെ ദിവസം ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. സ്തോത്രം. ഈ പരുവത്തിനായിരുന്നേ. അപ്പോൾ ആരാണ്ട് ചോദിച്ച് ഏതാന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് കേൾക്കാം, ഇത് മൂത്ത മോടെ മോനാന്ന് പറഞ്ഞു. പെന്തിക്കോസില. ഞാൻ പറഞ്ഞു ആ പെന്തിക്കോസിലാന്ന് പറഞ്ഞു. അവിടെ ആ ചോദിച്ചെങ്കിൽ മറുപടി ഇവിടെ നിന്ന് പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞു. ഈ വരുന്നവർ അപ്പനെ ഒന്ന് നോക്കി വെച്ച് പിന്നെ മൊത്തം എന്നെയാണ് നോക്കുന്നത്. അപ്പനെ ഇനി നോക്കിയിട്ടും വലിയ കാര്യമൊന്നും. സ്തോത്രം. ഞാൻ പെന്തിക്കോസിൽ വന്നതിന് അഭിമാനിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെറിയ സാക്ഷ്യം പറയാം. നല്ല ആൾക്കാരുമായിട്ട് ഇടപെടുന്നതും, നല്ല ഭക്ഷണം കഴിച്ചതും, നല്ല വസ്ത്രം ധരിച്ചതും, മാന്യമായിട്ട് ജീവിക്കാൻ പഠിച്ചത് ഈ മാർഗത്തിൽ വന്നേ. പിന്നെ അത് ഞാൻ ഊറ്റം കൊള്ളുന്ന ആളാണ്, അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ. എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് ആമൻ ദോഷമാണെന്ന്. സ്തോത്രം. ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസം പീഡനങ്ങൾ. ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസം പീഡനങ്ങൾ. ഭദ്രവം ഓ ദിങ്ങോമോ ഭദ്രവം സമരം നടത്തുന്ന ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭക്തരിൻ വിശ്വാസ ഇത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ഇത്ര ഭദ്രമാ ജീവിതം വേറെയുണ്ടോ? ഇതുപോലെ ശ്രേഷ്ഠമേറിയ ഒരു ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തിൽ വന്നതാണ് ഭാഗ്യം. നമ്മളെ ചിലയിടത്തൊക്കെ കൺവെൻഷൻ വെക്കുമ്പോൾ ചെല്ല് പറയും, പ്രിയപ്പെട്ടവരെ, ഇവിടെ സമുദായസ്ഥരെ, ഹൈന്ദവ സഹോദരന്മാരെ, മുസ്ലിം സഹോദരന്മാര് പലരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളെ ആരെയും മതം മാറ്റാനൊന്നുമല്ല, ഇതിനകത്ത് കൊണ്ടുവരാനൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേൾക്കണമെന്ന അല്ല, നിങ്ങളെല്ലാം ഇതിനകത്ത് വരണം. പിന്നെന്തിനാ ഇത്തരം കാര്യം മുടക്കി യോഗം വെക്കുന്നത്? സ്തോത്രം. സകല മുസ്ലിം സഹോദരന്മാർ യേശു രക്ഷിതാവെന്ന് വിശ്വസിക്കണം. ആ ഒറ്റ ഉദ്ദേശത്തിനാ യോഗം. സകല ഹൈന്ദവ സ്നേഹിതന്മാരും വിശ്വസിക്കണം യേശു ക്രിസ്തു രക്ഷിതാവാണ്. സകല നേമതയ ക്രൈസ്തവരും വിശ്വസിക്കണം രക്ഷിക്കപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ല, വേർപെട്ട് ആരാധിക്കാതെ നിത്യജീവൻ പ്രാപിക്കത്തില്ല. ആ ഒറ്റ ഉദ്ദേശത്തോടാണ് യോഗം വെക്കുന്നത്. ഇപ്പൊ പിന്നെ ആരെയും പണക്കരുതെന്നും പറഞ്ഞ് സോപ്പ
സ്തോത്രം. ഇത് സോപ്പെടുന്ന പരിപാടിയല്ല. ഈ ഒരു മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വഴിയല്ലാതെ വേറൊരൊറ്റ വഴിയില്ല. സാക്ഷാൽ വഴി യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായെന്ന്. നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ ഖേദം. സ്തോത്രം. അപ്പോൾ എബ്രായ വിശ്വാസികൾ ഇങ്ങനെ ക്ഷീണിച്ച് വശക്കെട്ടപ്പോൾ അവരെ ഉറപ്പിച്ച് എഴുതിയ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടാന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറെ നല്ലത്, ഏറെ നല്ല കാര്യങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവേശു അവൻ ശ്രേഷ്ഠനെന്ന് അങ്ങോട്ട് തെളിയിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഒന്നാം അധ്യായത്തിലും മുതലങ്ങോട്ട് പഠിച്ചാൽ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനെന്ന് തെളിയിച്ചു. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദാമൻ യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബീലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ. അവൻ സകലത്തിൽ ശ്രേഷ്ഠൻ ക്രിസ്തു. ഇടയ്ക്കൊരു പദവും കൂടെ പറഞ്ഞു. മൽക്കിസദേക്കിന്റെ കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇവൻ എത്ര മഹാനെന്ന് നോക്ക്. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, അവൻ യോനയിലും വലിയവൻ, ദൈവാലയത്തിലും വലിയവൻ, ശലോമോനിലും വലിയവൻ. ഇന്ന് രാത്രി വലിയവനായ ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ കയ്യും കെട്ടി വായും പൂട്ടി ദൈവത്തിന് സ്തോത്രം പറ. ഇപ്പൊ കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കൽ, അടിക്കണ്ട. ഒടുവിൽ വാദം വരും, വെട്ടുപാറ. നീ എപ്പോഴും അടിച്ചിരിക്കും, 24 മണിക്കൂറും അടി. ഇപ്പോഴാണ് പാട്ട് പാടുമ്പോൾ അടിച്ചാൽ മതി, മറ്റേ പിന്നെ എപ്പോഴും അടിച്ചിരിക്കണം. ഇപ്പൊ കാപ്പി എന്നാ പിടിപ്പിച്ചോളാൻ പറയും, കാരണം ഇതെപ്പോഴും അടിച്ചിരിക്കുക. ഓശോ ഒന്നും ഒപ്പിച്ച് വെക്കരുത്. സ്തോത്രം. ഈ ആരോഗ്യം തന്ന ദൈവത്തെ ആരാധിക്കാനാ, ഈ ശബ്ദം ദൈവത്തിന് സ്തോത്രം ചെയ്യാനാ, ഈ കണ്ണ് തന്നിരിക്കുന്ന തിരുവചനം വായിക്കാനാ, ഈ ചെവി തന്നിരിക്കുന്ന വചനം ശ്രവിക്കാനാ, ഈ തന്ന ആരോഗ്യം ദൈവത്തിനാ. ഇന്ന് രാത്രി കയ്യം കെട്ടി വായും പൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്ക. മഹത്വവാനായ ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഈ ഏലിയുടെ കാലത്ത് മഹത്വം പോയെന്നാ ലച്ചാൻ മുമ്പേ മഹത്വത്തെ പറ്റി ഇടയ്ക്കിടയ്ക്ക് കൂടെ ഞാൻ ആസ്വദിച്ചിരിക്കുക. മഹത്വത്തെ പറ്റി പറഞ്ഞു. ഏലിയുടെ കാലത്ത് മഹത്വം പോയി. മഹത്വം പോകാൻ കാര്യം ഏലിയുടെ പിള്ളേർ ഏരിയല്ല, 2 ഉള്ളായിരുന്നു. എന്തിനാ ഒത്തിരി? 2 മുഴുവൻ പിഴയായിരുന്നുണ്ട്. ഒന്ന് വായിച്ചൊരു വിഷയം വിട്ടുപോകുന്നെന്ന് അറിയെങ്കിലും ദൂത് കയറി വരിക. 2:12 വായിച്ചേ. ശൗമേല് പണ്ടൊരമ്മ ചോദിച്ചു ഏലിയുടെ പുസ്തകമാണോ എന്ന്. ഞാൻ പറഞ്ഞ അമ്മ ഏലിക്ക് പുസ്തകമില്ല, ശൗമേലിന്റെ പുസ്തകമാണ്. 1 ശൗമേൽ 2:12 ദൈവദാസനെ ഒന്ന് വായിച്ചേര്. 1 ശൗമേൽ 2:12. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഓർക്കാത്ത 2. എടാ, കള്ളനാന്നേലും മോട്ടിക്കാൻ ചെല്ലുമ്പോൾ ദൈവമേന്ന് വിളിച്ചായിരിക്കും മോട്ടിക്കുന്നത്. ഞാൻ മോഷ്ടാവിന്റെ വക്താവൊന്നുമല്ല. കള്ളനാന്നേലും ചെല്ലുമ്പോൾ എൻ്റെ കർത്താവെ കട്ടുതീരുവോളം വീട്ടിൽപ്പെട്ട ഒറ്റൊരെണ്ണം പൊങ്ങരുതെന്ന അവന്റെ പ്രാർത്ഥന. യവന്മാർ 2 അങ്ങനെ പോലും ദൈവത്തെ വിളിക്കുകയല്ല. ദൈവത്തെ വിളിക്കാത്ത 2. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, നിങ്ങൾക്കറിയാം. ദൈവത്തെ മറക്കുന്നവര് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. വെടിവെപ്പാൻ ഒരൊറ്റ കുഞ്ഞുങ്ങൾ കാണുകയല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്നവന്റെ വഴി ശുഭപ്പെട്ടിരിക്കും. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കത്തില്ല. ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. ആരെ? ദൈവത്തെ വിളിക്കുന്നവനെ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. കണ്ണുണ്ടെങ്കിൽ കാണുന്നുമുണ്ട്, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോണം. എതിര് ചെവി ഉണ്ടെങ്കിലും കർത്താവ് കേൾക്കുന്നു, ബാക്കി എതിര് നിങ്ങൾ പൂരിപ്പിച്ചോണം. ചിലതിനെ സ്തോത്രം ഞാൻ പറയുന്നില്ല, ചിലതിനെ തൊട്ടാൽ അറിയാമോ, തോണ്ടിയാൽ അറിയാമോ, അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. സ്തോത്രം.
അവൻ അദൃശ്യനായ സർവശക്തനായ നിത്യനായ ധന്യനായ ഏകാധിപതിയായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നിത്യനായ ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഏലിയുടെ പിള്ളേര് ദൈവത്തെ വിളിക്കുകയല്ല. ഒന്ന്, ഈ പിള്ളേര് ദൈവത്തെ വിളിക്കുകയല്ല. രണ്ട്, യോമാര് വഴിപാട് മൂട്ടിച്ച്. പാസ്റ്റർ ഒന്ന് വായിച്ചേ, 2:17 ഒന്ന് വായിച്ചേ. 2:17. ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട്. ഇങ്ങനെ ആ യൗവനക്കാർ അങ്ങനുണ്ടോ? വായിച്ചോ. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട്. ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ളത് തെളിയിക്കാൻ പോവാ. എങ്ങനെ എന്നുള്ളത് 2:13 മുതൽ വായിച്ചേ. എങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ? 2:13 മുതൽ. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവനും യാഗം കഴിക്കുന്ന സമയത്ത്, മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായിട്ട് വന്ന് കരളിയിലോ കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലി പിടിച്ചതൊക്കെ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രോനും അവർ അങ്ങനെ തന്നെ ചെയ്യും. മേധസ് ദഹിക്കും മുമ്പ്, മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നതിനോട് പുരോഹിതന് പറുപ്പാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചത് വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ അവനോട് മേധസ് ദഹിപ്പിച്ച് കരികട്ടെ, എന്നിട്ട് നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അവനോട് അല്ല, ഇപ്പൊ തന്നെ തരണം, തന്നില്ലെങ്കിൽ ഞാൻ ബലാത്കാരണ എടുക്കും. ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ. 2-ാം അധ്യായത്തിന്റെ 17 വായിക്കാം. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചു. എങ്ങനെ ഇങ്ങനെ. ഏതാ വായിച്ചു കേട്ടതുപോലെ. ഒന്ന്, ഇനി 13-ാം വാക്യം മുതൽ ദൈവദാസനെ ഒന്ന് നിർത്തി ഒന്ന് വായിച്ചു. പാസ്റ്റർ കുഴപ്പമില്ല, ഞാനാ കയറി പറയുന്നത്, എന്നാലും സമയമില്ലാത്തതുകൊണ്ട് വായിച്ചു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയാണ് അവിടെ ഉണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ എങ്ങനെ? പിന്നെ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ യവന്മാര് കഴിക്കുകയല്ല. വല്ലവരും, ചില ആൾക്കാരുണ്ട് സ്തുതിച്ചാട്ടെ. പിന്നെ അമ്മക്ക് എന്നാ പണി? ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ എല്ലാവരും സ്തുതിക്കണം. ദൈവത്തെ ആരാധിക്കുന്നതിന് അയ്മേനിയെന്നോ തിരുമേനിയെന്നോ ആമൻ സ്തോത്രം നേതാവെന്നോ അനുയായിയെന്നോ ഒന്നുമില്ല. സകല എണ്ണോ ദൈവത്തെ സ്തുതിക്കണം. കാരണം സ്തുതികൾക്കും സ്തോത്രത്തിന് യോഗ്യൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ചില പുതിയ വിദ്വാൻമാരുണ്ട്, ഇവര് സ്തുതിക്കുകയല്ല. പുതിയ മോഡേണിസം ആണല്ലോ ഇവരുടെ പണി. ഇങ്ങനെ നിന്നേച്ച് കുറച്ചു നേരം പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാവം പിടിച്ച ആൾക്കാരിലോണ് അതുങ്ങൾ കുറെ നേരമായി നോട്ട് വന്നിപ്പം. ഒരു സഹോദരി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇവനൊന്നും മിണ്ടുകയില്ല, ഇങ്ങനെ നിൽക്കും. എന്നുവെച്ചാൽ പിന്നെ പറഞ്ഞത് ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു, ഒരു പ്രത്യേക മണ്ഡലം, ഒരു പ്രത്യേക തലത്തിൽ. ഏത് തലമാണെന്നോ? ഇന്നാളൊരാൾ പറഞ്ഞു എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം. അതെന്തുവാന്നോ? ദൈവത്തെ ആരാധിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാ. ബാലന്മാര് മുതൽ വൃദ്ധന്മാര്, യൗവനക്കാര്, യുവതികളും യുവാക്കളും പർവ്വതങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും ഭൂചര ഖേചര സകല വസ്തുക്കളും ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതി ഇഴയുന്ന മകത്തുകൾ പ്രഭുക്കന്മാർ വംശക്കാരാജാക്കൾ രാജാഗതി. ഓ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിനു. ഓ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിനു. ഇന്ന് രാത്രി മഹത്വത്തിന് പുകഴ്ചയ്ക്ക് സ്തോത്രത്തിന് സ്തുതിച്ചു യോഗ്യനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും ശ്രദ്ധിക്കുക. ഒന്ന്, ഈ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതാണ്. വല്ലവരും ഒരു യാഗം കഴിക്കും, എവര് കഴിക്കുകയല്ല.
വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്യമായി മുപ്പല്ലി. ഇപ്പൊ കൈ ഇരിക്കുന്ന എന്തുവാ? മുപ്പല്ലിയ. ഈ മുപ്പല്ലി എന്നുള്ളത് 3 എതളോട് കൂടിയ നീണ്ട കമ്പിയാ. ഇത് യാഗപീഠത്തിനടുത്ത് കൊണ്ട് വെച്ചേക്കും. അതെന്തിനാന്ന് ചോദിക്കുമ്പോ കമ്മറ്റി കൂടുമ്പോ എടുത്ത് പള്ളേ കയറ്റാനല്ല. നമുക്കറിയാം, യാഗം കടിച്ചോണ്ടിരിക്കുമ്പോൾ യാഗവസ്തു എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് ദൂരെ പോയാൽ അടുത്ത നിൽക്കുന്ന പുരോഹിതൻ ഈ 3 എതളോട് കൂടിയ നീണ്ട കമ്പിയെടുത്ത് പൊട്ടിത്തെറിച്ച് ദൂരെ പോയ യാഗവസ്തുവിനെ കുത്തിയെടുത്ത് യാഗപീഠത്തിൽ വെക്കാനാ മുപ്പല്ലി. അതിപ്പോ പിള്ളേർ കൊണ്ട് കച്ചടി വെച്ചിരിക്കുക. യാഗപീഠത്തിൽ അടുത്തിരിക്കേണ്ട സാധനം യവന്മാരുടെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈലി പറഞ്ഞ യവന്മാർ ദൈവത്തിൻ്റെത് മോട്ടിക്കും. കർത്താവിൻ്റെ അവകാശപ്പെട്ടതൊന്നും നമ്മുടെ കയ്യിൽ കാണരുത്. കൈ വെടിപ്പായിരിക്കണം. ബ്ലേഡുകാരും സ്വോത്രം ചെയ്യരുത്. വെട്ടിപ്പലിശ ബ്ലേഡ് ഉണ്ടല്ലോ ഒത്തിരി. കൈ വെടിപ്പായിരിക്കണം. പത്തം പാടിയത് എൻ്റെ കയ്യിൽ അകൃത്യം കരുതിയെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കൈക്ക് ഭാരം വന്നപ്പോൾ ഒരു വകരോനും ഇടത്തും വലത്തും എന്ത് കൈ താങ്ങി. നമ്മൾ താങ്ങും, നല്ല താങ്ങ. പിന്നെ ആഴ്ചയിലാവും പൊങ്ങുകയല്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ താങ്ങ്. അകരോനും കൂരി ഇടത്തും വലത്തും കൈ. അത് കൂട്ടായ്മയുടെ വലങ്കരമാണ്. കൂട്ടു സഹോദരൻ, കൂട്ടു വേലക്കാരൻ, കൂട്ടു വിശ്വാസി ഭാരപ്പെടുമ്പോൾ മാറുന്നത് പഴിപറയല്ല. അവനെ കൈത്താങ്ങൽ കൊടുത്ത് ബലപ്പെടുത്ത്. കൈ വെടിപ്പായിരിക്കണം. വാക്യങ്ങളെല്ലാം വെടിപ്പിക്കുന്നില്ല. അപ്പോൾ അവൻ വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും. ഇവരുടെ കസ്റ്റഡിയിൽ മുപ്പല്ലി ഇരിക്കുക. യാഗം കഴിക്കുന്ന മുപ്പല്ലിയായി വന്ന് കലത്തിലോ ഉരുളിയിലോ പുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. ദൈവത്തിൻ്റെതൊന്നും കൈവശം കാണരുത്. കൈ വെടിപ്പായിരിക്കണം. പണ്ടൊരുത്തൻ സഭാ കൊണ്ട് മോട്ടിച്ചെന്ന ഒടുവിൽ അവനെ പിടികൂടിയപ്പോൾ പറഞ്ഞു അവന് ജാള്യതയൊന്നുമില്ല. ഒടുവിൽ അവനോട് പറഞ്ഞു, സൈമ സ്വർഗത്ത് ചെല്ലുമ്പോൾ കർത്താവ് നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, സ്വർഗത്ത് ചെന്നിട്ട് വേണ്ടായോ എന്ന് പറഞ്ഞു. കൈ വെടിപ്പായിരിക്കണം. ദൈവത്തിൻ്റെതൊന്നും നമ്മുടെ കൈ കാണരുത്. കർത്താവിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തേക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, മുപ്പല്ലിയായിട്ട് വന്ന കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്ത് മുപ്പല്ലി പിടിച്ചതൊക്കെ എടുത്തുകൊണ്ട് ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിയരോടും അവർ അങ്ങനെ ചെയ്യും. അങ്ങനെ തന്നെ ചെയ്യും. അടുത്തത് മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിച്ചേ, ഈ പ്രമാണം വെച്ചിരിക്കുന്നത് യാഗം കടിച്ചു കഴിഞ്ഞ് ശേഷിപ്പ് വല്ലതും ഉണ്ടേ പുരോഹിതൻ ഭക്ഷിക്കണം. അതും വേവിച്ച മാംസവും തിന്നാവുള്ളൂ, പച്ചമാംസം തിന്നരുത്. ഇതങ്ങനാന്നോ? യാഗത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ശാപ്പാട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചെല്ലു പറയത്തില്ലോ, ഇന്ന് നമുക്ക് കഴിച്ചേച്ച് ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ കഴിപ്പല്ല, ഇപ്പം എടുപ്പാ. കഴിക്കുകയാണെ സഹിക്കുക. ഇത് മുഴുവൻ അങ്ങ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ മേലല്ലോ. ചെല്ലു പറഞ്ഞ ഇനി തന്നെ പ്രാർത്ഥിച്ചേച്ച്. ഇവിടെ യാഗത്തിന് മുമ്പ് ഇവർ ഭക്ഷണം കഴിക്കുക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ ഈ യാഗം കഴിക്കാൻ വരുന്നവനോട് പറയും, പുരോഹിതന് മറപ്പാൻ മാംസം തരാൻ എന്ന് പറഞ്ഞ പുരോഹിതൻ അല്പം നിർബന്ധ ബുദ്ധിയുള്ള ആളാ. പുള്ളി പച്ചമാംസമല്ലാതെ വേവിച്ചത്. ഈ സുവിശേഷ വേലക്കാർക്ക് എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറുക. നിർബന്ധ ബുദ്ധി പാടില്ല. ഏത് അനുഭവത്തിലും കർത്താവിനെ സാക്ഷിച്ചോണം. ഏത് അനുഭവത്തിലും ദൈവത്തിന് വേണ്ടി അവൻ നിവരെ നിന്നോണം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും പൗലോസ് പറയാ, എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വം ഏലയുടെ കാലത്ത് നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരികെ വരണം. ഞാൻ സമയത്തെ ഭയപ്പെടുന്ന കൊണ്ട് വിസ്തരിക്കുന്നില്ല. അവൻ ഏറ്റവും ശ്രേഷ്ഠനായ യോഗ്യനായ മഹത്വവാനായ ക്രിസ്തു. എബ്രായ ലേഖനത്തിൽ ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിക്കുക, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തുവിനെ പോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, കാണാൻ കൊള്ളാവുന്നവനാ ക്രിസ്തു. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറക്കുകയില്ല. സ്തോത്രം. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഉള്ള ദൂതും പോകും, നമുക്ക് പേടിയും വരും. ആ വഴിയിലുള്ള ഇരിപ്പും രാത്രിയിലാണ് കാണുന്നെങ്കിൽ 5-ാം പനി വന്ന് എത്തുപോകും. യേശു ക്രിസ്തു പേടിപ്പിക്കുന്നയാളല്ല, സ്നേഹിക്കുന്നയാളാ. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കത്തില്ല. പണ്ട് പേരിശ്ശേരി മത്തായിച്ചന മുഖത്തോട്ട് നോക്കി വെച്ചൊരു പാട്ട് എഴുതി, കോട്ടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കാൺപാർക്കദേവാ, നിന്റെ
നിന്റെ കൂടെ വരും ഞങ്ങളെ കാട്ടാർക്കദേവാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കാട്ടാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കാട്ടാർക്കദേ. അപ്പൊ ആ മുഖത്തോട്ട് നോക്കിയിട്ട് അനേകം പറയാ, കോടി സൂര്യപ്രഭ പോലെ ഉദിച്ചു നിൽക്കുന്നവൻ ആ ക്രിസ്തു. മുഖത്തോട്ട് നോക്കിയാ കണ്ണ് പറക്കുകയല്ല, അടുത്തുകൂടിയാ പിരിഞ്ഞു പോവുകയല്ല. കാരണം ഒരിക്കൽ വലിയ പള്ളി വന്ന് കയറി പുള്ളി ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ പള്ളിയിൽ നിന്നവരുടെ എല്ലാവരുടെയും കണ്ണ് കാണാൻ കൊള്ളാവുന്ന ക്രിസ്തു. പിന്നെ വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്, അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പോലും തോന്നുകയല്ല. അതുകൊണ്ടല്ലേ ആ പയ്യനെ 3 ദിവസമായിട്ട് അവിടെ ഇരിക്കുക. അമ്മയും കണ്ടു കൊടുത്തോട 5 അപ്പവും 2 മീനും. അവനെ ലാവണ്യവാക്ക് കേട്ട് ആ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അന്തര്യോസതിലെല്ലാം പരതി നടന്നപ്പം അപ്പം മീനും ചെറുക്കൻ്റെ കയ്യിലൊരു പൊതി നോക്കിയപ്പം ചെറുക്കനെ കളിപ്പിച്ചെടുക്കാൻ പണ്ടേ മിടുക്കരാന്നല്ലോ. പിന്നെ അപ്പോൾ ഈ പുള്ളി കച്ചടക്കത് കർത്താവിൻ്റെ കൊഞ്ഞു ഗുരു സമയം ഒത്തിരി പോയി 2-3 ദിവസമായില്ലയോ, എല്ലാവരും പറഞ്ഞ് വീട്ടിൽ വിട്, തന്നെ ഇവിടെ ചായക്കടയൊന്നുമില്ല. കർത്താവ് ഇവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി, ദൈവം സർവജ്ഞാനി ഇല്ലയോ. യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് 5 അപ്പോ 2 അതിഞ്ഞു കൊണ്ടുവരാം. അപ്പം അന്ത്രോസിൻ്റെ ചിന്ത ഞാൻ പറയാറുണ്ട്. അന്ത്രോസ് പറഞ്ഞത്, ഇന്ന് പൊതുയോഗം പിരിച്ചു വിട്ടേര് കർത്താവേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മിറ്റി കൂടുന്നുണ്ട്, കമ്മിറ്റിക്കാണ് 5 അപ്പോ 2 മീൻ പൊതുയോഗം പിരിച്ചു വിട്ടേക്കാൻ. കർത്താവ് സർവജ്ഞാനി ആയതുകൊണ്ട് പറഞ്ഞു, ഇന്ന് കമ്മിറ്റി ഇല്ല, മൊത്തം പൊതുയോഗമാണെന്ന് പറഞ്ഞു. കമ്മിറ്റി ഇതോടെ അവസാനിപ്പിക്കുക, ഇന്ന് മൊത്തം പൊതുയോഗമാണ്. എല്ലാത്തിനും പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. പന്തിയായിട്ട് അങ്ങോട്ട് ഇരുത്തി ആ അപ്പം ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് കർത്താവ് അത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പം വാഴ്ത്തി ശിഷ്യരുടെ പക്കൽ കൊടുത്തു. അയ്യോ, വിളമ്പി ഊപ്പാട് വന്നെന്നുള്ളതാണ്. വിളമ്പന്തോറും പൊലിച്ച് വരിക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയ്യെങ്കിലും പാട്ട് പാടും, കാരണം ഈ അകത്ത് ഈ പാട്ടിരിക്കുന്നതുകൊണ്ട് വന്ന് പോകും. എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും, നമ്മൾ പാട്ടും പ്രസംഗവും പ്രാർത്ഥനയൊക്കെ വേറെ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇതേ അറിയാവുള്ളൂ. ഈ 10-13 വയസ്സ് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു, 14 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു, 15 വയസ്സ് കഴിഞ്ഞപ്പം ഹൈസ്കൂളിൽ പോയി, പിന്നെ 10-17 വയസ്സായപ്പോൾ സഭയുടെ ചാർജിലൊക്കെ ചിലർ തിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പരിപാടിയൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ട് വന്ന് പോവും. യേശു പറഞ്ഞ 5 അപ്പവും 2 മീനും തരാൻ തൻ്റെ തൃക്കരങ്ങളിലേക്ക് എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. സൈമൺ സാർ 2 വരി പണ്ട് പാടി, 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി, 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി, 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ്ക ജീവനായക നിരന്തം യേശു നായക വാഴ്ക ജീവനായക. ശാലേംപുരം യഥാർത്ഥ രാജാനിവാസമകാൻ, ശാലേംപുരം യഥാർത്ഥ രാജാനിവാസമകാൻ, കാലേ വരുന്ന യൂദരാജ ശിഖാമണിയേ യേശു നായക വാഴ്ക ജീവനായക നിരന്തം യേശു നായക വാഴ്ക ജീവനായക. ഈ 5 അപ്പവും 2 മീനും തൻ്റെ തൃക്കരങ്ങളിൽ വാഴ്ത്തി ജനത്തിന് കൊടുത്ത് എല്ലാവരും തൃപ്തരായി. ഇന്ന് രാത്രിയുടെ വന്നവർ ദൈവത്തിൻ്റെ വചനത്താൽ തൃപ്തിപ്പെട്ടു പോകണം. നിരാശയോടെ പോകാൻ, പരാജയത്തോടെ പോകാൻ, തകർച്ചയോടെ പോകാൻ, രോഗപീഠകളിൽ വലയപ്പെട്ടു പോകാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ക്രിസ്തു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറക്കുകയല്ല, അടുത്ത് വന്നിരുന്ന പിരിഞ്ഞു പോകല്ല, ലാവണ്യവാക്ക. നമ്മൾ ഈ ഷെയ്പ്പൊക്കെ ഇതാന്നില്ല സന്തോഷിച്ചൊക്കെ ഇരിക്കണം. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ആരെയും വിഴുങ്ങേണ്ടെന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കേ. ഒന്നാമത് എനിക്ക് നിങ്ങൾക്കും പലർക്കും ഷെയ്പ്പ് കേടാ. ഉള്ള ഷെയ്പ്പിൽ സന്തോഷിച്ച്, അയ്യോ ഞാൻ എപ്പോഴും പറയാം, സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാണ്. ചിലരെ ഈ ആത്മീയം കയറിക്കഴിഞ്ഞാൽ പിന്നെ ചിരിക്കുകയല്ല, അതിനെന്തോ അസുഖം കാണും. എപ്പോഴും ചിരിച്ചിരിക്കരുത്, അത് വേറൊരു അസുഖമാ. സന്തോഷിക്കണം. അയ്യോ സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ വാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി വീട്ടിൽ പോയിച്ച് തന്നെ കയറി ചിരിച്ചിരിക്കുക, നിന്നെ വെച്ചേക്കുവോ?
ഇയാൾ എന്തുവാ ചിരിച്ചിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ, അപ്പം പാലിൻ്റെ പൈസ കൊടുക്കണം, പിള്ളേരുടെ പഠനം, അതോട് കൊടുക്കുന്നത്, ചിരിച്ചിരിക്കുകയാണ്. സ്വത്താ പിന്നെ ആകെ കൂടെ സന്തോഷിക്കാവുന്ന സ്ഥലം ഇവിടെ ദൈവസന്നിധിയാണ്. കർത്താവ് പൗലോസം പറഞ്ഞല്ലോ, സന്തോഷിപ്പീൻ കർത്താവിൽ. ഭൂതങ്ങൾ നിങ്ങളുടെ കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ വകയുള്ളത് വീണ്ടെടുക്കപ്പെട്ട് ദൈവകുഞ്ഞുങ്ങൾക്കാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പുരുഷ ലക്ഷണത്തെ പറ്റി കവി പണ്ട് പറഞ്ഞു, പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ, സാക്ഷാൽ പുരുഷൻ ക്രിസ്തുവാ. മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കലെന്ന് സൈമൺ സാറ് പണ്ടൊരു വരി പാടുന്നില്ല, അങ്ങ് പറഞ്ഞു വിടുക. നിൻ മുഖത്തു നിന്ന് തൂകുന്നൻ മധു പൂരത്തിൽ അമ്പേ മുങ്ങിലയിക്കുന്നു ദിവ്യജ്ഞാനികൾ. നിന്റെ നന്മൊഴിക്കരി കണയുവതിനൊരു നവ്യമായ സയൻസും ഇല്ലത് സമ്മതിക്കുന്ന അജ്ഞരല്ല പ്രാണികൾ. ഉണ്മ അറിയുന്നതില്ല തെല്ലും മാനികൾ. അപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുക, വായിൽ നിന്ന് ലാവടി. ഇവൻ എത്ര മഹാനെന്ന് നോക്ക്. കാണാൻ കൊള്ളാവുന്നവനാ ക്രിസ്തു. നോക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ നോക്കണം, അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, ആരാധിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കണം, പിൻഗമിക്കുന്നെങ്കിൽ യേശുവിനെ പിൻഗമിക്കണം, പിൻപറ്റുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പുറകെ പോകണം, അനുധാവനം ചെയ്യുന്നെങ്കിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യണം. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, മാന്യനായ അവൻ വേറൊരു വ്യക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. പാട്ടുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുക, ഞാനങ്ങ് വിഴുങ്ങുക. ജലന്തൂരിലെ ഷൗമേൽ സാറ് പണ്ട് പറഞ്ഞു, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിത് കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത. ഇങ്ങനെ ശ്വാസം മുട്ടുക. ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ശ്രേഷ്ഠതയുള്ള ഒരുവൻ ഉലകത്തിലില്ല. ആട്ടെ, 9:30 മുമ്പ് നിർത്താൻ ഉദ്ദേശിക്കുക. കർത്താവിന് മഹത്വം. ശ്രേഷ്ഠനായ യോഗ്യനായ ക്രിസ്തു. ഈ 3-ാം അധ്യായത്തിലെ ഒരു വിഷയം, മോശയേക്കാൾ ശ്രേഷ്ഠൻ. പഴയ നിയമ മധ്യസ്ഥനാകുന്ന മോശയേക്കാൾ ശ്രേഷ്ഠനാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു. ഒറ്റ മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു പരിശുദ്ധൻ യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു പിതാവ്. ഒത്തിരി പിതാക്കന്മാരുണ്ടല്ലോ. സാക്ഷാൽ പിതാവ്, ഏക പിതാവ് ക്രിസ്തു മാത്രം, സ്വർഗസ്ഥൻ. നിങ്ങളിലാരും പരിശുദ്ധനെന്നൊന്നും കിഴക്കിന്റെ പരിശുദ്ധനും പടിഞ്ഞാറിന്റെ പരിശുദ്ധനും ഒന്നുമില്ല. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ, ദൈവം തമ്പുരാൻ മാത്രം. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷിതാവ് ക്രിസ്തുവേശു മാത്രം. നീയല്ലോ ഏക പരിശുദ്ധൻ. അതെ. അപ്പോൾ 3-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് നമുക്കറിയാം, മോശയേക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു. അതെല്ലാം പറഞ്ഞു വന്നേച്ചേ. പൗലോസ് പറഞ്ഞ ഒരു പദമാണ് നമ്മൾ കുറുവാക്യമായിട്ട് എടുത്തത്. അത് കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ ദൈവദാസനെ. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഏത് ഭവനവും. അപ്പൊ ആ പദത്തിന്റെ ഒരർത്ഥം പലവിധമാകുന്ന ഭവനങ്ങളുണ്ടല്ലോ. ഏത് ഭവനവും. അപ്പൊ പലവിധ ഭവനമുണ്ട്. ഇന്ന് രാത്രി ഒരു 3-4 ഭവനത്തെ പറ്റി പറയണമെന്ന എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. സമയം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. 1-ാമത്തെ ഒരു ഭവനം, നമ്മുടെ ഈ ശരീരത്തെ ഭവനത്തോട് തുലനം ചെയ്തിട്ടുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം ഒന്ന് വായിക്കാം. അറിവുള്ള വാക്യമെങ്കിലും മൈക്കിൽ കൂടെ വായിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. 1-ാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം.
ഇതൊരു ഭവനത്തോട് തുലനം ചെയ്തിരിക്കുക. ഇത് മണ്ണിൽ നിന്നെടുത്തതാണ്. നിങ്ങൾക്കറിയാം, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചെന്ന്. ആ മണ്ണെടുത്ത് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേകിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന്റെ ഗാഠത്തിന്, ദീർഘത്തിന് വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചെന്ന ഞാൻ മിക്കയിടത്തും ചൊല്ലാറുണ്ട്. അത് വേദവികാരത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം 6-ാം ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആദമിനെ ഗാഠത്തിന് വരുത്തിയ ഹവ്വായെ സൃഷ്ടിച്ച് വാമഭാഗത്ത് നിർത്തി. ആദാ ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ട് അന്തം വിട്ടു. അതിങ്ങനെയാ ചൊല്ലുന്നത്: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യമാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാന് പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരം ആദമനുള്ളത്തിൽ ഉച്ചരിച്ചു: എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ഡിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യമെന്തൊരു നവസൃഷ്ടി. വാനവ പരിചയിൽ എങ്ങാനുമാണോ വരിൽ ആനനാദികൾ കൽപ്പവേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്നു. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും പാടലാതരം മനോമോഹനൻ ആശികയും. അതൊക്കെ വർണ്ണിച്ചാൽ സന്തോഷമാണ്. അതാ ഉറക്കമുണർന്നപ്പോൾ സുന്ദര സ്വരൂപിണിയായ ആ ഒരു യൗവന രത്നത്തെ കാണുക. അത് സാറ് വ്യാഖ്യാനിക്കുക: കേശഭംഗിയും, മുടിയുടെ അഴകേ, അല്ലാതെ വട്ടം കണ്ണിച്ച് കിടക്കുക എല്ലാവരും നവുക. മനസ്സിലാകുന്നുണ്ടോ? വെളുത്തതല്ലായിരുന്നു കറുപ്പിക്കുക എല്ലായിരുന്നു കൊച്ചമ്മ. വെളുത്തത് കറുത്തത്. ഇപ്പം എന്തെല്ലാം മാജിക്ക് കാണിച്ചാ സ്റ്റേജിൽ കയറുന്നത്. ചിലരൊക്കെ ടി വിയിലൊക്കെ പ്രസംഗിക്കാൻ വരുമ്പം വെളിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കളറ്, ടി വി വന്നപ്പം ഏതാണ്ടെല്ലാം തൂക്കുവോ. അതുകൊണ്ടല്ലേ വിയർക്കാതല്ലയോ ഇരിക്കുന്നേ. വിയർത്താൽ സ്തോത്രം. ഒത്തിരി പരിപാടികളാണ്. ഞാനൊരു കാര്യം പറയാം: അധികം വെച്ച് കെട്ടും ഏച്ച് കെട്ടും ഒന്നും ഇതിൽ വെക്കരുത്. ദൈവം നമുക്ക് തന്ന സൗന്ദര്യവും ഈ ആരോഗ്യമൊക്കെ മതി. ഒത്തിരി വെച്ച് കെട്ട് വെച്ചാൽ ദൈവം നിന്നെ സൂക്ഷ്മടിക്കും. അപ്പൊ ഹവ്വായെ പറ്റി വിവരിക്കുക: കേശഭംഗിയും, ആ മുടിയൊക്കെ നല്ല വടിവത്ത മുടി, കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും. ഹവ്വ എന്ന് ചിരിച്ചാൽ ആരും വശപ്പെടുവെന്നാ സാർ എഴുതി വെച്ചേക്കുന്നത്. ചിരിച്ചാൽ നമ്മൾ ചിരിച്ച പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും പാടലാധരം മനോമോഹനൻ ആശികയും. നല്ല മൂക്കേ, പേടമാൻ അടിപണിയിടുന്ന മിഴികളും എന്ന് പറഞ്ഞാൽ മാനിന്റെ കണ്ണ സൗന്ദര്യത്തിന് കൊടുത്തിരിക്കുന്നത് മാൻ കണ്ണെന്ന. മാൻ മിഴിയാളെ എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ മാന്റെ മിഴി, അതാണ് നല്ല മാൻ കണ്ണ്. അപ്പോൾ സാറ് പറയുക, ഹവ്വ ഒരു നോട്ടം നോക്കിയാൽ പേടമാൻ അടിപണി വന്നു. മാൻ പറയും കൊച്ചമ്മയുടെ കണ്ണ് തന്നെ നല്ലത്, ഞാൻ അങ്ങ് കാട്ടിലോട്ട് പോകാമെന്ന് പറയും. അത്രയ്ക്ക് നോട്ടമാനത്. അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും പാടലാധരം മനോമോഹനൻ ആശികയും പേടമാൻ അടിപണിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകൻ ചില്ലിയുഗം. ആ കല്ലോലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിര, കല്ലോലം. അപ്പൊ സന്തോഷിച്ചേ, ഉല്ലസൽ കല്ലോലം പോലിളകൻ ചില്ലിയുഗം. ചില്ലിയുഗം എന്ന് പറഞ്ഞാൽ പുരികക്കൊടി. അല്ലാതെ പുരിയ മടിച്ചേച്ച് അടക്കല്ലായിരുന്നു. ഇപ്പം പിന്നെ മടിക്കല്ലെങ്കിൽ ഇരുന്ന് പറക്കില്ലയോ പുരിയോ മടിച്ച്, കാതും കിടിച്ച്, മാലയും. ഇഷ്ടമല്ല. ഇതും വിവാദമാകും. എന്നാലും പറഞ്ഞേച്ചു, ഏതായാലും നമ്മൾ പണ്ടൊരാൾ ഏതായാലും മാമി നരകത്തില്ല. എന്നാ പിന്നെ ആഭരണപ്രമം പാപമാ. വിവാദമായിക്കോട്ടെ. അല്ല, ഇത് പറയാൻ ഒരാൾ വേണ്ടായോ? എല്ലാരും പമ്മിയിരുന്നാലോ? കമ്മലും മാല ഊരിയതിന് ഇടികൊണ്ട് അമ്മയുണ്ടെന്ന്
എൻ്റെ അമ്മ ഇടി കൊണ്ടിട്ടില്ല, കാരണം ആ അനുഭവത്തിലൊന്നും അധികം വന്നിട്ടില്ല. കേട്ടിട്ടുണ്ട്, ചില കാര്യം അറിയാം. പെന്തിക്കോസിന് വേണ്ടി, ഈ പ്രമാണത്തിന് വേണ്ടി സമുദായ സഭകളും പാരമ്പര്യങ്ങളും ഹൈന്ദവ ആചാരങ്ങളൊക്കെ വിട്ടു വന്നപ്പോൾ മിന്നുതാലി പൊട്ടിച്ചെന്ന് ഇടികൊണ്ട് അമ്മമാരുണ്ട്, ഇടികൊണ്ട്. എനിക്കറിയാം, ഒരു കുഞ്ഞമ്മ കൊച്ചമ്മ അവറാച്ചൻ ഒറ്റ ഇടിക്ക് കൊച്ചമ്മ പറഞ്ഞ് 70 കിലോയുടെ ഇടിയായിരുന്നെന്ന്. ഊര് ഓടിയെന്ന് ചോദിച്ചു. കൊച്ചമ്മ പറഞ്ഞു ഊര് വന്നു. ഇടടിയെന്ന് പറഞ്ഞു, ജീവൻ പോയ ഇടി കലർന്നു. ഇടി ചൂപ്പാട് വരുത്തി, പക്ഷെ കൊച്ചമ്മ ഇടിച്ചില്ല. ഇടിച്ച് അവറാച്ചൻ ഇതിനകത്ത് വന്നു. അതാ പെന്തിക്കോസ്. ആവശ്യമില്ലാത്ത വെച്ച് കെട്ടും ഏച്ച് കെട്ടും ഒന്നും വെക്കരുതെന്ന്. ഇത് അങ്ങ് വിവാദമായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. എടാ, പിരിയം പഠിക്കുന്നവനെ, ലിപ്സ്റ്റിക് ഇടുന്നവനെയും വെളുത്തതെല്ലാം കറുപ്പിക്കുകയും അയോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുകയും, സ്തോത്രം, ഒത്തിരി ഉണ്ട്. കമ്മലുമാല ഇടുന്ന മാത്രമല്ല പാപം, വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും പാപമാണ്. പിന്നെ ഈ ക്ലിപ്പ് എടുത്തിടുന്നവർ ഇതുകൂടെ ഇട്ടേക്കണം കേട്ടോ. ഇപ്പം ദൂരെ ഇരുന്ന് കേൾക്കുകയല്ലയോ, നിന്നോടും കൂടാ പറഞ്ഞേക്കുന്നത്. സ്തോത്രം, വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും പാപമാണ്. വേറെ പുസ്തകം നിങ്ങൾ പഠിച്ചോ? വലിയ മണിമന്ദിരങ്ങൾ പണിക്കുന്നതും പാപമായിട്ടായി പുസ്തകത്തിൽ. ഒരു തീന്മേശയിൽ വിവിധ തരത്തിൽ മാംസാഹാരങ്ങൾ വരുന്നതും പാപമാ. പുസ്തകത്തിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് വന്നാൽ മതി, വാക്യസഹിതം തരാം. അതെല്ലാം പാപത്തിന്റെ പട്ടികയാ. ഇന്ന് രാത്രി വാർപെട്ട ദൈവമക്കൾ വർജനമാചരിക്കണം. ഒറ്റയ്ക്കേ ഉള്ളായിരിക്കും മതിയെന്ന്. നമ്മൾ വിശ്വാസി വന്നപ്പോൾ ഇത്രയും പേരെ കണ്ടോണ്ടല്ലോ വന്നത്. കർത്താവിനെ കണ്ടില്ലയോ വന്നേ? ദൈവമാണോ നിന്നെ വിളിച്ചത്? ദൈവം നിന്നെ നിർത്തിക്കോളും. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അമ്മ ഈ പരുവത്ത് നല്ല സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാ ഹൗവ. അതെ, ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം പോകുന്നില്ല. കർത്താവിന്റെ മഹത്വം. ഈ ശരീരം ഇതൊരു ഭവനമാണ്, ദൈവം സൃഷ്ടിച്ചതാ. ഇത് മണ്ണീന്നെടുത്തതല്ല, കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. അങ്ങനെയൊക്കെ പഠിച്ചതാണ് നമ്മൾ കൊച്ചിലെ. ഇപ്പോഴും ചിലയിടത്തൊക്കെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അത് പഠിച്ചേച്ച് ചിലർ നടക്കുന്നുണ്ട്. അത് പഠിച്ച് പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പുസ്തകം പഠിപ്പിക്കുന്ന അങ്ങനല്ല, ഇത് മണ്ണിൽ നടത്തതാ. അതിനൊരു തെളിവ് തരാം. നമുക്കിപ്പോൾ ഈ മണ്ണിനോടല്ലേ താല്പര്യം? അത് തന്നെ തെളിവാണ്. വണ്ടിയെ പോകുമ്പോൾ നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു, അത് അതിൽ നിന്ന് എടുത്തോണ്ടാണ്. 10 സെൻറ്റ് കൂടെ കിട്ടുകാരുന്നേ, അതിൽ നിന്ന് എടുത്തോണ്ടൊരു വലിവുണ്ടേ. ഡോക്ടറൊക്കെ ചെല്ലും പറയല്ലേ, കണ്ണിവിടെ താത്തച്ച് പണ്ടൊക്കെ പറയും ഇരുമ്പ് കുറവാ, അയണേ ഒരു ടോണിക്ക്, അത് ഈ മണ്ണിൽ നിന്ന് എടുത്തോണ്ടാണ്. അല്ലാതെ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. പിന്നെ ചില ഇടങ്ങളിലും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചിലരുടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ നോട്ടോ ഇരിപ്പോ ഒക്കെ കണ്ട അത് തന്നെയാണോ എന്ന് എനിക്ക് ചിലപ്പം മലയാള ഭാഷയിലുണ്ട്, അത് താനല്ലയോ ഇത് എന്ന വർണ്ണ്യത്തിൻ ആശങ്ക ഉൽപ്രേക്ഷാഖ്യലങ്കൃതി. അപ്പൊ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ നോട്ട് എന്നെ നോക്കുന്ന നോട്ടം കാണുമ്പോൾ എനിക്കൊരു ഉൽപ്രേക്ഷ, അത് താനല്ലയോ. സ്നേഹിത, കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതും അമീബ മാറ്റം പിടിച്ച് വന്നതൊന്നുമല്ല. സർവജ്ഞനായ ദൈവം ഈ മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു. എന്തിന്? നീ ദൈവത്തെ ആരാധിക്കാൻ, നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഈ ശരീരം ദൈവം തന്നതാ, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ദൈവമക്കൾക്ക് ഒത്തിരി വിശേഷണ പദമുണ്ട്. അതിലൊരു പദമാ വൃതന്മാർ. വൃതന്മാർ. ദൈവദാസനെ പത്രോസിന്റെ 1-ാം ലേഖനം 1:1 വൃതന്മാർ എന്ന പദമാ. വൃതന്മാർ വായിച്ചു. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ബിഥുന്യയിലും ആസിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നവനായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. വൃതന്മാർ ഫലം കണ്ടോ? വൃതന്മാർ എന്തുവായി വ്രതം? വ്രതമുള്ളവരെ കണ്ടാൽ അറിയാം. എവിടെ വച്ച് കണ്ടാലും
ഇപ്പൊ തുടങ്ങി മണ്ഡലകാലം, വൃശ്ചിക വ്രതകാലം തുടങ്ങി. വ്രതകാലം തുടങ്ങുമ്പോൾ പറയാം, റോഡെല്ലാം പാച്ച് വർക്ക് നടത്തുന്നു, ഇടിഞ്ഞു കിടന്നതെല്ലാം ശരിയാക്കുന്നു, വണ്ടിയെല്ലാം ഒന്നുകൂടെ ക്ലിയർ, കട്ടപ്പുറത്തിൽ നിറക്കി ക്ലിയർ ആക്കുന്ന KSRTC അങ്ങോട്ട് ഓടാനാ. നമ്മൾ രണ്ടെണ്ണം ചോദിക്കുമ്പോൾ അത് തരാൻ ബുദ്ധിമുട്ട്. പേടിച്ചിട്ടൊന്നും ഇനിയും കാര്യമില്ല, യാകാന്ന് ചാകട്ടെ. നമ്മളിനിയും ഏതായാലും നമ്മളൊക്കെ തോത്രം പറയാതിരിക്കുക, ഇരുന്നിട്ടും വലിയ കാര്യമില്ല. നേരത്തെ അങ്ങോട്ട് അങ്ങ് പോകുകയാണെങ്കിൽ പിന്നെ ചൂടുവെള്ളം കുടിച്ച് അപ്പൊ ശ്രദ്ധിക്കുക, മണ്ഡലകാലം കണ്ട വ്രതം തുടങ്ങുമ്പോൾ അറിയാം. ഹൈന്ദവ സ്നേഹിതരെ കണ്ട് വൃശ്ചിക വ്രതം അനുഷ്ഠിക്കുന്ന സ്നേഹിതരെ ശബരിമലയ്ക്ക് പോകാൻ അവരെ കണ്ടാലറിയാം. മാലയിടും, കണ്ടാലറിയാം. രാവിലെ എഴുന്നേക്കും, കുളിക്കും, ജപം തപം മുറയ്ക്ക് നടക്കും, നാമം ജപിക്കും, ശരണം വിളിക്കും. അങ്ങോട്ട് പോകുമ്പോഴേ കറുപ്പ് വസ്ത്രം ഉടുക്കും, കാലെ ചെരുപ്പിടത്തില്ല. കാല് ചെരുപ്പ് കാണുകയല്ല, കറുപ്പ് വസ്ത്രം. തമ്മി സംബോധന സ്വാമി എന്നാ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാമിയെ. തന്നെ വണ്ടിയെ കയറിയാലും വഴി നടന്നാലും ശരണം വിളിച്ചാ പോകുന്നത്. നമ്മൾ രണ്ട് സ്വോത്രം പറഞ്ഞിട്ട് പിന്നെ അനങ്ങാതിരിക്കല്ല, ഇനി ഒടുവിൽ പറയാനിരിക്കുക. ആദ്യം ഒന്ന് ടാറ്റ അടിച്ചു, ഇനി ഇടയ്ക്ക് ഇത്രയും പൊക്കി, ചത്തട്ടിലെന്നറിയിക്കാനാ. ഇനി ഒടുവിൽ രണ്ടെണ്ണത്തിന് ഇരിക്കുക. അത് മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നില്ല. വ്രതമുള്ളവരെ കണ്ടാലറിയാന്ന്, ഇടതടവില്ലാതാ ശരണം വിളിക്കുന്നത്. വസ്ത്രധാരണം കണ്ടാലറിയാം. അവരേത് വണ്ടിയെ കയറിയാലും വഴി നടന്നാലും അറിയാം. അതില് ശ്രേഷ്ഠമാ വേർപെട്ട ദൈവമക്കളുടെ വ്രതകാലം. നല്ല പെന്തിക്കോസുകാരനെ കണ്ടാലറിയാം. അവൻ തേജാലാന്നാലും സദസ്സിലാന്നാലും വണ്ടിയിലിരുന്നാലും വഴി നടന്നാലും അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇന്ന് രാത്രി അഖിലാണ്ടയുടെ ഉടയവനാകുന്ന സർവജനായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ആട്ടെ, ഞാൻ എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. കർത്താവിൻ്റെ മഹത്വം ഓടിച്ചങ്ങ് നിർത്തുക. ഒന്ന്, ഈ ശരീരം മണ്ണിൽ നിർത്തുക. പിന്നെ ഇതിലൊത്തിരി ചിത്രപ്പണിയും വിചിത്രപ്പണിയും കെട്ടുപണിയും വെച്ച് കെട്ട് വേച്ച് കെട്ടും വെക്കരുത്. ഇത് അഴിഞ്ഞു പോകുന്നതാണ്. സഭാപ്രസംഗി 12 എടുത്ത് നന്നായിട്ട് വിസ്തരിച്ചാൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളാം. ദുർദിവസങ്ങൾ വരികയും ഒന്ന് വായിച്ചേര് പാസ്റ്റർ, ഓടിച്ചങ്ങ് വായിച്ചോ. നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ദിവസം സമീപിക്കും. അന്ന് സൂര്യൻ ഇരുണ്ട് പോകും, നക്ഷത്രങ്ങളുടെ ശോഭയൊക്കെ കുറയുമെന്ന. ഒന്ന് വായിച്ചേര്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും പിന്നെ സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും പറയാൻ നേരമില്ല. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. വീട്ടുകാവൽക്കാർ വിറക്കി വന്ന കയ്യും കാലും ഒക്കെ വിറയ്ക്കുമേ. അവിടെ ഒരു പദമുണ്ട്, വെള്ളിച്ചരട് അറ്റ് പോകുന്ന. അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞ സ്പൈനൽ കോഡ് തകരുവന്ന്. വെള്ളിച്ചരടി, പൊൻകിണ്ണം അറ്റാക്ക് തീരും, പൊൻകിണ്ണം തകരും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. പണ്ട് അരികൊണ്ട കടിച്ച അമ്മ അനങ്ങാതിരിക്കും ഇപ്പം, കാരണം ഒന്നുമില്ല. ഇങ്ങനൊക്കെ ഒരു കാലം വരാൻ പോവുക. അതിനു മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. പ്രൈസ് ദി ലോർഡ്. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വിട്ട് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന ക്രിസ്തുവേശു ഇന്ന് രാത്രി ഈ ശരീരം ഇതൊരു ഭവനമായി. ഇത് അഴിയും, ഇത് മാറും, ഇത് ദ്രവിക്കും, ഇത് മണ്ണോട് മണ്ണാകും. അതിനു മുമ്പ് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുത്തോണം. നല്ല അവസരം ദൈവം തരിക. ഞാൻ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ തുനിഞ്ഞില്ല. ഒന്ന്, ഈ ശരീരമാകുന്ന ഭവനം. രണ്ടാമത്തെ ഭവനം അവൻ നാം പാർക്കുന്ന വീടാണ്. 127 സങ്കീർത്തനം കൂടെ ചേർത്ത് പഠിച്ചാൽ, യഹോവ വീട് പണിയാതിരുന്നാൽ, അതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ നാം പാർക്കുന്ന വീട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മാന്യമായൊരു വീട് വേണം. ഞാൻ ദൈവമക്കളോട് പറയാം, പിണങ്ങിയാലും ഇണങ്ങിയാലും വിവാദമായാലും നമുക്ക് ജീവിക്കാനൊരു വീട് വേണം. മഞ്ഞും മഴയും കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ കർത്താവിൻ്റെ വരവ് വരെ ഇവിടെ ജീവിക്കണം. ഒത്തിരി അതിര് കടന്നു പോകരുത്. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ വീട് അവിടെ ആകെ 3-4 പേരെ താമസിക്കുന്നുള്ളൂ. എന്നോട് പറഞ്ഞു, ഇവിടെ 9 ബാത്റൂം ഉണ്ട്. ഞാൻ ചോദിച്ചു, KSRTC സ്റ്റാൻഡാന്നോ? അവിടെയൊക്കെയാ കൂടുതൽ. ആകെ 2-3 ഉള്ളൂ. അത്യാവശ്യം അങ്ങ് ചെല്ലുന്നത് വരെ ഇവിടെ ഒരു ഭവനം ആവശ്യമാണ്. അപ്പൊ ഈ ശരീരം പാർക്കുവാൻ, കർത്താവിൻ്റെ വരവ് വരെ പാർക്കുവാൻ
ഇവിടെ മഞ്ഞും വെയിലും ഏക്കാതിരിക്കാൻ ഒരു ഭവനം, അത് മാന്യവും യോഗ്യവും വൃത്തിയുള്ളതുമായിരിക്കണം. വിസ്തരിക്കാൻ നേരമില്ലാഞ്ഞിട്ട ആമേൻ, സ്തോത്രം. എന്നാൽ ആ ഭവനത്തിൽ പാർത്ത് ജീവിതം അവസാനിപ്പിക്കാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതൊരു ഭവനമുണ്ട്, അത് സഭയാകുന്ന ഭവനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കൂടെ ചേർത്ത് പിടിച്ചാൽ ആത്മീക ഗൃഹമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ദൈവസഭയാകുന്ന ഭവനം. ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം മണ്ണിൽ നിന്നെടുത്ത് മണ്ണോട് മണ്ണാകുന്നതിന് മുമ്പ് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ വരവരെ താമസിക്കാൻ ഈ ഭൂമിയിൽ ഒരു ഭവനം, അത് മാന്യമായൊരു ഭവനം ആവശ്യം. വൃത്തിയുള്ള ഭവനം, ആരാധനയുള്ള ഭവനം, കൂട്ടായ്മയുള്ള ഭവനം, ദൈവദാസന്മാരെ ആദരിക്കുന്ന ഭവനം. അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് വന്നപ്പോൾ അന്നേരം തന്നെ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. വൃക്ഷത്തിന്റെ ചുവട്ടിൽ അസാരം വെള്ളം കൊണ്ടുവന്ന് കാലുകെടുക, അതിഥികളെ സൽക്കരിക്കുന്ന, ദൈവവേലക്കാരെ മാനിക്കുന്ന, ദൈവകുഞ്ഞുങ്ങളെ സൽക്കരിക്കുന്ന ഭവനം. അതൊന്നും ഞാൻ അധികം വിവരിക്കുന്നില്ല. മൂന്നാമത്തെ ഭവനം, ആ വീട്ടിൽ പാർത്ത് തീരുകല്ല, സഭയാകുന്ന ഭവനത്തിലേക്ക് വരണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി ആ ആത്മീക ഗൃഹമാകുന്ന സഭയോട് കർത്താവ് ചേർത്തുകൊണ്ടിരിക്കുക. ആ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ സമയത്ത് ഭയപ്പെടുന്ന എടുത്ത ദൂതൊന്നും പറയാനൊക്കുന്നില്ല. നാലാമത്തെ ഭവനം, നമുക്കൊരു ഭവനം ഒരുക്കാൻ കർത്താവ് പോയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മനപ്പാഠമാ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയാ, ഞാൻ അവിടെ ചെന്ന് സ്ഥലമൊരുക്കി ഭവനമൊരുക്കിയ തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ഞാൻ ചേർത്തുകൊള്ളും. നമുക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ നമ്മുടെ കർത്താവ് പോയിരിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ഇന്ന് രാത്രി ആ നിത്യവീട്ടിൽ ചെല്ലുവാ. അവൻ ദൈവം വെച്ച വ്യവസ്ഥയാ. 1, രക്ഷിക്കപ്പെടുക. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക. 3, ആത്മ നിറവിനെ പ്രാപിക്കുക. പിന്നെ അപ്പം നുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന, വേർപാട്, വിശുദ്ധ ജീവിതം, അനുദിന മാനസാന്തരം, വേർപെട്ടുള്ള ആരാധന, ഈ വിധ അനുഭവങ്ങളിലേക്ക് പോകുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കാൻ നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയ യേശു അധികം താമസം പിന്നാലെ വരാൻ പോകുക. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ തരുണത്തിൽ നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് 2 ശൈലി പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുക. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുക, നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ സമർപ്പിക്കുക. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു പഴയ പാട്ടിന് ജനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാടിക്കൂ. കൈകളടിച്ച് ശക്തിയോടെ വാനസേനയുമായി വരും വസിക്കും കണ്ണീരെല്ലാം തുടച്ചിടും. അവർ തന്റെ ജനത്താ അവരോട് വസിക്കും കണ്ണീരെല്ലാം തുടച്ചിടും. പുറമേടും ചിന്തക്കത്തതയും തീണ്ടില്ല.
കൃത്യവും യോദ്ധാവും ഉറവിളിയും നിന്ന കല്ലവയും വാനസേനയുമായി വരും നീ വാനമേ വരുമല്ലോ വാനസേനയുമായി വരും നീ വാനമേ വരുമല്ലോ മലവെട്ടം സമീപം ഒരുങ്ങുക സകല സ്വർഗീയ മണാള